മലപ്പുറത്ത് പ്രസവത്തിനിടെ ഒരു യുവതി മരിച്ചു. അസ്മയുടെ ഭർത്താവ് സിറാജുദ്ദീൻ പറഞ്ഞു, സുഖപ്രസവായിരിക്കും അസ്മ, വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പ്രസവിക്കാം എന്ന്. സിറാജുദ്ദീൻ കരുതി ഈ സുഖപ്രസവം എന്നൊക്കെ പറയുമ്പോൾ അത് സുഖമായിട്ടൊന്ന് നടന്നോളുന്ന്. പക്ഷെ അസ്മ മരിച്ചാൽ എന്താ, അസ്മയ്ക്ക് സ്വർഗം ലഭിക്കും. അസ്മ സ്വർഗരാജ്യത്തിലായിരിക്കും ഇപ്പൊ. ആ കുഞ്ഞിന് എങ്ങനെ പാല് കൊടുക്കും, കുഞ്ഞെങ്ങനെ വളരും, അതൊന്നും ഞമ്മന്റെ ആൾക്കാർക്ക് വിഷയമല്ല. ഈ കൂട്ടരെ കൊണ്ട് സത്യത്തിൽ ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ മടുത്തുപോയ അവസ്ഥയാണ്. സാറിന്റെ തന്നെ, ആരിഫ് സാറിന്റെ തന്നെ ഒരു വീഡിയോന്റെ താഴെ ഞാൻ കണ്ട ഒരു കമന്റ് ആണ്. ആളിന്റെ പേരോ കാര്യങ്ങളോ ഞാൻ പറയുന്നില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഇസ്ലാം മതത്തിൽ ജനിക്കാതിരുന്നതാണ് എന്റെ ഭാഗ്യം എന്നാണ്. ഒരു പരിധിവരെ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായി കേൾക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്കത് ശരിയായിട്ട് തോന്നും. ഞാൻ ഈ വിഷയത്തിൽ സത്യത്തിൽ വളരെ വിഷമമുള്ള ഒരാളാണ്. കാരണം ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം പുരുഷൻ്റെ കാര്യം നമ്മൾ തൽക്കാലം മാറ്റി വെക്കുന്നു, ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല. അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പെറ്റുകൂട്ടുക എന്ന് പറയുന്ന ഒരു മതവിധി. അതങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോഴാണല്ലോ പ്രശ്നം. ഇത് മതം തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ വെറുതെ പെറ്റുകൂട്ടിയാൽ പോരാ, അത് വീട്ടിൽ തന്നെ പ്രസവിക്കണം എന്നുള്ള ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നു. അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ പുതിയ കാലത്ത് കുറേ ആളുകൾ വരുന്നു. പിന്നെ അതുകൂടാതെ നിരന്തരം മതപ്രഭാഷണങ്ങൾ എന്ന വണ്ണം ആളുകൾ ഇതുപോലെ വേദി ഉണ്ടാക്കി അതിനകത്ത് പ്രസംഗിക്കുന്നതിൻ്റെയൊക്കെ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കേട്ട് കാണും. അപ്പോൾ ഇതൊക്കെ ഈ മതത്തിൻ്റെ പേരിൽ നടത്തപ്പെടുന്ന വേദികളിൽ നടക്കുന്ന പ്രസംഗങ്ങളാണ്. അപ്പോൾ ഞാനിത് പറയുമ്പോൾ എന്നോട് വിരോധമുള്ള ആളുകൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ മേത്തോട്ട് കയറിയിട്ട് ഒരു കാര്യമില്ല. കാരണം ഇത് മതവേദികളിൽ നടക്കുന്ന വിഷയങ്ങളെ അധികരിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ശരിക്കും ഇടപെടേണ്ടത് ഈ മതപ്രസംഗം നടത്തുന്ന ആളുകളുടെ അടുത്താണ്, എൻ്റെ അടുത്തല്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പറഞ്ഞു വെച്ചത് പ്രകാരമുള്ള ആ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിൻ്റെ പേരിൽ വീട്ടിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇഹലോകത്ത് നിങ്ങൾക്ക് അവാർഡ് ലഭിക്കും, പരലോകത്ത് നിങ്ങൾക്ക് സ്വർഗവും ലഭിക്കും എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം അവിടെ ഉണ്ടായിരിക്കെ, ഇന്ന് ഈ സഹോദരിക്ക് ഇവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് പരലോകത്ത് കിട്ടാനുള്ളതൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇഹലോകത്തൊരു വലിയ അവാർഡ് നഷ്ടപ്പെട്ട ഒരു വലിയൊരു മുഹൂർത്തത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ ആ വിഷമം അത് ഞാൻ ആദ്യമേ ഒന്ന് പങ്കുവെക്കുകയാണ്. നമ്മൾ കണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ, തിരൂരാണെന്നാണ് എൻ്റെ ഓർമ്മ, സ്റ്റേജിലേക്ക് വിളിച്ച് കയറ്റിക്കൊണ്ട് കയ്യിൽ കുഞ്ഞുങ്ങളുമായിട്ടുള്ള അമ്മമാർ, കുഞ്ഞുങ്ങളില്ലാതെ നിൽക്കുന്ന അമ്മമാർ, അവരൊക്കെ വളരെ അഭിമാനത്തോടു കൂടി പറയുന്ന കാര്യമാണ്, ഞാൻ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും സുഖപ്രസവം എന്നൊക്കെ വിളിക്കാവുന്ന തരത്തിൽ തന്നെ നമ്മൾ പ്രസവിച്ചു എന്നുള്ള രീതിയിൽ വന്ന് അവരുടെ അനുഭവം പങ്കുവെക്കുന്ന സ്ത്രീകൾ, അതിൽ വലിയ തോതിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന സ്ത്രീകൾ, അതിനെ അനുമോദിക്കുന്ന പുരുഷന്മാർ, അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു മുഹൂർത്തം കൂടുതൽ ആനന്ദകരമാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പിന്നാമ്പുറത്ത് അറബി മൂളിച്ച വരെ ഇട്ട് കൊടുത്തുകൊണ്ട് ആളുകളെ ഇതുപോലെ ഉത്ഭുതരാക്കുന്ന ആ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരമൊരു അവാർഡ് ദാന ചടങ്ങ് ഒക്കെ സംഘടിപ്പിച്ച് കേരളത്തിൻ്റെ മണ്ണിൽ ഇതുപോലെ നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ത്രീകൾ, അത് മറ്റൊരു മതത്തിലുമില്ല. അത് ഹിന്ദു മതത്തിലില്ല, അത് ക്രിസ്ത്യാനിറ്റിയിലില്ല, അത് ജൂതമതം അവർ പിന്നെ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് അതൊരു കൈ നോക്കായിരുന്നു. വേറെ മതങ്ങളൊന്നുമില്ല. വന്നിരിക്കുന്നത് മുഴുവൻ ഇതേ പറയുന്ന ഈ ഇസ്ലാമിക സമൂഹത്തിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ്. അവരതിന് മേമ്പടിയായിട്ട് അറബി മൂളിച്ചും കൂടി ഇട്ടതുകൊണ്ട് നമുക്ക് ഇനി അതിൽ മാറ്റി പറയാൻ പോലും പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇനി ആലോചിക്കും, ഇതിൽ നമ്മൾ എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്, നമ്മൾ എന്തിനാണ് ഇതിനെ ഇതുപോലെ ഇങ്ങനെ കുത്തി പറയുന്നത് എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമ്മളിവിടെ വേണ്ടത് ആ അവാർഡ് നഷ്ടപ്പെട്ട, എന്താണ് നമ്മൾ സാധാരണ പറയാറുണ്ട്, ചുണ്ടിനും കപ്പിനും ഇടയിൽ കപ്പ് നഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്ന മാതിരി ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഈ മുസ്ലിം സ്ത്രീ, ആ അവസ്ഥയിൽ പോയ മുസ്ലിം സ്ത്രീ, അവരുടെ വിഷമത്തിൽ, ആ ദുഃഖത്തിൽ, അവരുടെ കുടുംബത്തിൻ്റെ ആ ദുഃഖത്തിലൊക്കെ നമ്മൾ പങ്കുചേരുകയാണ് വേണ്ടതെന്നാണ് ഞാൻ പറയാം. നമ്മൾ വെറുതെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു? ആ കുഞ്ഞിന് ഇന്നു മുതൽ അവര് ഫോർമുല ആയിരിക്കും കലക്കി കൊടുക്കുന്നുണ്ടാവുക. അത് അവിടെയാണ് ഞാനൊരു അമ്മയാണ്, അപ്പം എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു പോയിന്റ് അവിടെയാണ്. സീരിയസ്ലി ഞാൻ പറയാണ്, ആ കുഞ്ഞിന് അവര് ഇപ്പോഴും കലക്കി കൊടുക്കുന്നത് ഫോർമുല ആയിരിക്കും. ഒരു കുഞ്ഞിനുള്ള മുലപ്പാലാണ് നിഷേധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ കൃത്യസമയത്ത് ചികിത്സ ലഭിച്ചിരുന്നുവെങ്കിൽ അസ്മ മരിക്കില്ലായിരുന്നുവെന്ന് ഡോക്ടർമാര് പറയാണ്. പാതന്റിക് ചില കാര്യങ്ങൾ അപ്പോൾ ഇവിടെ നമ്മൾ ഇനി പരിശോധിക്കണം. അതായത് എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ആരുടെ അനാസ്ഥ കൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്, ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇതിൽ നടപടികൾ എടുക്കുന്നില്ല. ഇത് ഇന്നലെ തുടങ്ങിയതല്ല. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നമ്മളുടെ ഷിംന അസീസ് എന്ന് പറയുന്ന ഡോക്ടർ, മലപ്പുറത്തുകാരിയായിട്ടുള്ള മുസ്ലിമായിട്ടുള്ള ഡോക്ടറാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്.
ആളുടെ പോസ്റ്റ് ഇന്നലെയും വന്നിട്ടുണ്ട്, പുതിയ പോസ്റ്റ്. പക്ഷേ ഇന്നലത്തെ പുതിയ പോസ്റ്റ് വരുന്നതിന് മുന്നേ പഴയ പോസ്റ്റ് ഉണ്ട്, 2017 18 വന്നൊരു പോസ്റ്റ് വേറെയുണ്ട്. അതും ഇതേ സംഗതി തന്നെ. പക്ഷെ അതിൻ്റെ താഴെയും അവർ എഴുതി ചേർത്തിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ ഇനി ഇസ്ലാമിനെ വിമർശിക്കാൻ ആരും ഇങ്ങോട്ട് വരണ്ട എന്ന് എഴുതി ചേർത്തിട്ടാണ് അവരത് അവസാനിപ്പിക്കുന്നത്. അതൊരു മുൻകൂർ ജാമ്യമായിട്ട് നമ്മൾ പരിഗണിക്കുകയാണ്. കാരണം അന്ന് ഞാനും ഒരു വിശ്വാസിയാണ്. കാരണം നമ്മളും പറയാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ് ഇത് മതവുമായിട്ട് ബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിൽ. അപ്പം ഞാനിവിടെ നോക്കുന്നത് ഇത് മതവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളത് ഒറ്റവാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ നേരിട്ട് ബന്ധമുണ്ടെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഇതിന് ഇൻഡിറക്റ്റ്ലി ഇവർ കൊണ്ടു നടക്കുന്ന അന്ധവിശ്വാസം, ഇവർ കൊണ്ടു നടക്കുന്ന അശാസ്ത്രീയത, ഇതിന് ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ, ഇതിനെ ആരും ഇങ്ങോട്ട് വന്ന് അറ്റാക്ക് ചെയ്ത് ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ആ കുട്ടികൾ അനാഥമാകില്ലേ, അവരുടെ റൈറ്റ്സിനെയല്ലേ ഇത് ബാധിക്കുന്നത്, അവരുടെ ഇപ്പോൾ ഫോർമുല കലക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥ പോലും വരുമ്പോൾ അത് ഇവിടെ അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് കൂടി നമ്മൾ ഓർക്കണം. ഞാനിത് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ക്ലിയർ പിക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു സിറ്റുവേഷൻ പറയാം. നമ്മൾ മുന്നേ പ്രവർത്തിച്ചിരുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് ഈ ആദിവാസി മേഖലയിൽ ചില വൈദ്യസഹായം എത്തിക്കുന്നതിന് അവരുടെ മറ്റു പല കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചില ഒരു എന്താ പറയുക ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ചില പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. കുറേ മുന്നെയാണ്, 2018 മുന്നെയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഈ ഊരുകളിൽ പോവും. നമ്മളുടെ നിലമ്പൂർ ഭാഗത്തുള്ള ആദിവാസി കോളനികളിലാണ് നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ ഊരിലുള്ള മൂപ്പൻ അല്ലെങ്കിൽ അവിടെയുള്ള ആളുകൾ അവരൊക്കെ ഇങ്ങനെ പനിച്ചൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാം, അല്ലെങ്കിൽ വലിയ അസുഖം എന്നൊക്കെയുള്ള രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രോഗമാണ്. അപ്പോൾ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ സംഗതി ഹോമിയോ ഡോക്ടർ ആണെങ്കിൽ ഒരു ഡോക്ടറാണ്, അസുഖം എന്താണെന്ന് കണ്ടാൽ നമുക്ക് അന്ന് മനസ്സിലാവണമുണ്ട് അവരോട് നോക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ പോകുന്നത് ഒരു മെഡിക്കൽ ടീമായിട്ടാണ്. അപ്പോൾ അതിൽ MBBS പാസ്സായിട്ടുള്ള ഡോക്ടർമാർ തന്നെയുണ്ട്. അവരുമായി ചേർന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഒരു ടീമായിട്ടാണ് നമ്മൾ അവിടെ ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെന്ന് നമ്മൾ അവരെ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് വലിയ മാരക രോഗമൊന്നുമല്ല. ഒരു ചെറിയൊരു ജലദോഷപ്പനി, ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ അതായത് ഒരു കോഴ്സ് മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ മാറ്റാവുന്ന ചെറിയ ചെറിയ അസുഖങ്ങളാണ് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ മാരക രോഗങ്ങളായിട്ട് അവർ കണ്ട് മരണത്തെയൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കിടക്കുന്ന ഒരവസ്ഥ ഇത് ഈ ആദിവാസി കോളനികളിൽ നമ്മൾ കാണുകയാണ്. അപ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ പറയും, ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, നമ്മൾ മരുന്ന് തരാം, ഇന്നതുപോലെ കഴിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആ ക്യാമ്പിൽ വെച്ചിട്ട് ഇതൊക്കെ ചെയ്ത് പോരുന്നു. അപ്പോൾ അങ്ങനെ നടന്ന് അതിൻ്റെ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് ഒരു ദിവസം ചെന്നപ്പോൾ അവിടെ നമ്മൾ മുന്നേ കണ്ട ഒരാളെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ അയാൾ അവിടെ അന്ന് സ്ഥലത്തില്ല. അപ്പോൾ എവിടെ എന്ന് ഇങ്ങനെ അന്വേഷിച്ചപ്പോൾ ആൾ ഈ കോളനിയിലുള്ള കുറച്ച് ആളുകളെയുമായിട്ട് അവർക്ക് പെട്ടെന്ന് പനിയോ എന്തോ വന്നപ്പോൾ അവരെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വഴിക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് വേണം ഹോസ്പിറ്റൽ. അപ്പോൾ അത് ഈ പറയുന്ന എക്സാക്റ്റ് ആ പേര് ഞാൻ ഓർക്കുന്നില്ല ഈ കോളനിയുടെ, പക്ഷേ അവിടുന്ന് ഏതാണ്ട് 5-8 കിലോമീറ്റർ ഈ കാടിനകത്തൂടെ നടന്നു വേണം അവർക്ക് ഈ ഹോസ്പിറ്റലിലേക്ക് വന്ന് ചേരാൻ. അതിൽ തന്നെ ഒരു കാട്ടുപാത എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് ആലോചിക്കാം. അത് വലിയ തോതിൽ ദുർഘടമായ പാത, അത് മഴ ഉണ്ടെങ്കിൽ പറ്റില്ല, അങ്ങനെയൊക്കെയുള്ള വലിയ രാത്രിയാണെങ്കിൽ പറ്റില്ല, പകൽ മാത്രമേ പറ്റുള്ളൂ. അത് ഒരു പനിയുള്ള ഒരാൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആംബുലൻസ് വിളിക്കില്ല, എന്നാൽ പോലും നമ്മൾ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകണമെന്നല്ലേ നമ്മൾ പ്രതീക്ഷിക്കുക. അതായത് ഒരു വണ്ടിയുള്ള ഒരാൾ വന്ന് നമ്മളെ കൊണ്ടുപോകുന്നു, നമ്മളെ അച്ഛൻ കൊണ്ടുപോകുന്നു, ബാപ്പ ഉമ്മ കൊണ്ടുപോകുന്നു, ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇതങ്ങനെയല്ല. ഈ ആൾ കൊണ്ടുപോകുന്ന ആൾ മൂപ്പനോ അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒപ്പം നടന്നു വേണം പോകാൻ. ഈ പറയുന്ന കാട്ടിലൂടെ ഈ 5-8 കിലോമീറ്റർ നടന്ന് ഈ പനിയുള്ള ആൾ നടന്ന്, ചിലപ്പോൾ അത്രയ്ക്കും വയ്യാത്തയാണെന്നുണ്ടെങ്കിൽ അവർ വീട്ടിൽ കിടന്ന് നീ അവിടെ കിടന്ന് മരിച്ചോ എന്ന് പറയുന്ന അവസ്ഥയുള്ളൂ, അല്ലാതെ ആരും എടുത്തുകൊണ്ട് പോകുന്നൊന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഇവർ ഈ ഡോക്ടറെ അടുത്ത് പോയിട്ട് അവിടെയാണെന്ന് പറയുന്നതും നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് അവരിങ്ങനെ നടന്നു വരികയാണ്, തിരിച്ച് ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചു വരുന്ന വരവാണ്. അപ്പോൾ നമ്മൾ ആലോചിച്ച് പോകുന്നത് ഈ പനിയുള്ള ഒരാൾ അവരെ അവിടെ കാണിച്ച് തിരിച്ചു വരുന്നൊരവസ്ഥ. ഇവിടെ 2 കാര്യമാണ് അന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഒന്ന്, ഇങ്ങനെ അസുഖങ്ങൾ വന്നാൽ ഇത് ചികിത്സിച്ചാൽ മാറാവുന്നതാണ് എന്നുള്ളൊരു ചിന്ത. ഇത് ഈ കാട്ടിൽ വസിക്കുന്ന ഈ ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് വന്നത്? വളരെ കുറഞ്ഞ നാളത്തെ നമ്മളുടെ ഇടപെടൽ, അല്ലെങ്കിൽ നമ്മൾ അവിടെ നടത്തിയ മെഡിക്കൽ ക്യാമ്പൊക്കെ നടത്തി അവർക്ക് മനസ്സിലായി ഇത് ഇങ്ങനെയൊക്കെ ചെറുതൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി, പോകാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ പ്രശ്നമുള്ളൂ, പക്ഷെ പോയ പണി ഏൽക്കും എന്നുള്ളത് അവർക്ക് മനസ്സിലായി. അങ്ങനെ അവർ പോയിട്ട് വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അത് നമ്മളെ മനസ്സിലേക്ക് ഒന്നിങ്ങനെ കത്തി. അതുകൂടാതെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഒരു സംഭവം ഇങ്ങനെ പുറത്ത് 5-8 കിലോമീറ്റർ അപ്പുറം ഇങ്ങനെ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയാൽ മരുന്നുണ്ട് എന്നുള്ള സംഗതി അറിയില്ലായിരുന്നു എന്ന് വിചാരിക്കുക. ഇവരെന്താ ചെയ്യുക? ഇവരുടെ കയ്യിൽ കാട്ടിൽ നിന്നൊക്കെ പറിച്ചാൽ കിട്ടുന്ന എന്തെങ്കിലും ഇതുപോലെയുള്ള
പച്ചമരുന്നുകൾ. നാട്ടുമരുന്ന്, പച്ചമരുന്ന്, അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ പിഴിഞ്ഞെടുത്ത് കൊടുത്ത് അതിങ്ങനെ കൊണ്ടു നടക്കും. അപ്പം നമുക്കറിയാം ഒരു അക്യൂട്ട് ഡിസീസ് ഇതുപോലെയുള്ള സീസണൽ ആയിട്ടുള്ള അസുഖങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 10 ദിവസമൊക്കെ കഴിയുമ്പോൾ തനിയെ മാറും, അല്ലെങ്കിൽ നമ്മളെയും കൊണ്ടുപോകും. ഇതാണ് ഈ അസുഖങ്ങളുടെ ഒരു പൊതു സ്വഭാവം, ക്രോണിക് ആയിട്ട് നിലനിൽക്കില്ല. യെസ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സംഭവമായിരിക്കെ ഇവർ എന്താ ചെയ്തത്, ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്ന് കഴിക്കുമ്പോൾ ഇവർക്കൊരു പുതിയൊരു വഴി തുറന്ന് കിട്ടുകയാണ്. എന്ന് വെച്ചാൽ ഈ കാട്ടിൽ ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഈ പച്ചമരുന്നും കഴിച്ച് ജീവിച്ച് ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ മരിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇതിന് വേറെ വഴിയൊന്നുമില്ല എന്ന് തെറ്റിദ്ധരിച്ച് അവരവിടെ ഒടുങ്ങും. ഇതാണ് ഉണ്ടാവുക. അതേസമയം ഇത് പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇത് തേടി പോവുകയാണ്. വയ്യാതെ ഓട്ടോ വിളിച്ചൊന്നും പോകാൻ പറ്റാഞ്ഞിട്ടും അവർ നടന്നു പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ വ്യത്യാസം എന്താണ്? ഇങ്ങനെ വഴികളുണ്ട് എന്നുള്ള സംഗതി ഇത് അറിയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വഴി, അല്ലെങ്കിൽ അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രസവവും ഇതെല്ലാം കൂടി നമ്മൾ കണക്കിൽ ഇനിയൊന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുകയാണ്. ഇവിടെ ഒരു ചോദ്യം വരും. അതായത് സപ്പോസ് വേറെ ഒരു ഈ കാട്ടിൽ തന്നെ വസിക്കുന്ന മറ്റൊരു ഊരിലോ മറ്റൊരു ഞങ്ങൾ പോവാത്ത മെഡിക്കൽ ക്യാമ്പിന് പോവാത്തൊരു സ്ഥലത്തോ പോയിട്ട് ഇത് നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക, അവർ പറയുകയാണെന്ന് വിചാരിക്കുക, അത് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, പനിയൊക്കെ വരുമ്പോൾ പാരസെറ്റമോൾ എന്ന് പറഞ്ഞൊരു ഗുളികയുണ്ട്, അത് കൊടുത്താൽ മതി, പനി പെട്ടെന്ന് ടപ്പേന്ന് നിൽക്കും എന്ന് പറയുമ്പോൾ ഇവരെന്താ പറയുക? ഒന്ന് പോടാ എന്ന് പറയും. ഞങ്ങൾ അച്ഛനപ്പൂപ്പന്മാരായിട്ട് കുറേ കാലങ്ങളായിട്ട് ഈ പച്ചമരുന്നും കഴിച്ചാണ് ഞങ്ങളിവിടെ പനി മാറ്റിയത്, പിന്നെ നിൻ്റെ ഈ പുതിയ മരുന്നൊന്നും നമുക്കിപ്പോൾ ഇവിടെ വേണ്ട എന്ന് പറയുന്ന അവസ്ഥയല്ലേ ഇവിടെ ഉണ്ടായിരുന്നത്? ഇതേ അവസ്ഥയായിരുന്നു ഞങ്ങൾ ഈ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അതുവരെ ഉണ്ടായിരുന്നത്. കാരണം ഇവർക്ക് ഈ മരുന്നിൽ വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളൊരു ഏതാണ്ട് ഒരു വർഷത്തോളം നിരന്തരമായിട്ട് ഈ മെഡിക്കൽ ക്യാമ്പും അതും ഇതുമായിട്ട് ചെന്നാണ് ഇവരിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. എന്ന് പറയുമ്പോൾ ഈ അപ്പനപ്പൂപ്പന്മാരായിട്ട് ഞങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ വീട്ടിൽ പ്രസവിച്ചിരുന്നത്, എൻ്റെ ഉമ്മൂമ്മയൊക്കെ വീട്ടിലാണ് പ്രസവിച്ചത്, 50 പെറ്റിട്ടുണ്ട്, പക്ഷേ ഞങ്ങളൊക്കെ എന്നിട്ടും ഇവിടെ ഉണ്ടായല്ലോ, നിങ്ങൾ പുതിയ ഹോസ്പിറ്റലിൽ വരുന്നതിന് ശേഷമാണല്ലോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ വളച്ചൊടിച്ചു കൊണ്ടുപോകുന്ന ഒരു വശമാണ് ഇതിൽ പ്രധാനമായിട്ട് കാണുന്നത്. അപ്പൊ നമ്മളിവിടെ അവിടെയാണ് പണ്ട് ഇവര് ഞാൻ കേട്ടിട്ടുണ്ട് പറയുന്നത് പലപ്പോഴും, പണ്ട് ഈ ജാനകിയടത്തെയും സൈനുത്താത്തെയും നെല്ല് കുത്തുന്നിടത്തുനിന്ന് പോയി വടക്കേക്കോലായില് പ്രസവിച്ചു വന്ന് ശേഷം നെല്ല് കുത്തി അത് എന്താ പറയാ പാറ്റി പെറുക്കി കഞ്ഞി വെച്ച് കുടിച്ച കാലം അല്ലെന്ന് ഈ കോയമാര് എന്ന് മനസ്സിലാക്കാനാണ്. അല്ല, ഇത് കോയമാര് മാത്രമല്ല. ഇതിപ്പോ ഞാൻ ഈ പോസ്റ്റ് ഇട്ടതിന്റെ താഴെ വന്ന കമന്റിൽ ഇപ്പൊ ഇന്നുകൂടി രാവിലെ ഞാൻ കണ്ടതാണ്, ഒരു കോയമാരല്ലാത്ത നോൺ കോയാസും പറയുന്ന വാചകമാണിത്. കാരണം ഇത് അശാസ്ത്രീയത പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോയ ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ കോയമാർ കൂടുതൽ പറയുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്ന കമന്റുകളിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളിൽ ഇത് കോയ നോൺ കോയ വ്യത്യാസമൊന്നുമില്ല. അതാണ് ഇതിൽ പ്രധാനമായിട്ട് കാണുന്നത്. ഇപ്പം ഞാൻ രാവിലെ കണ്ട മറ്റൊരു കമന്റ് എന്ന് പറയുന്നത് ഇതാണ്. അതായത് എന്താണ്, ഇവിടുത്തെ അണ്ണാച്ചിമാർ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഇതേപോലെ റോഡ് പണി എടുക്കുന്നതിൻ്റെ ഇടയിൽ അവർ പ്രസവിച്ചിട്ട് പിന്നെയും റോഡ് പണി എടുക്കുന്നു. ഇതൊക്കെയാണ് കമന്റായിട്ട് കൊണ്ടുവന്ന് ഇടുന്ന ആളുകൾ. ഇതിൽ കോയമാരും നോൺ കോയമാരും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ വിഷയത്തിൽ അശാസ്ത്രീയത എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ഒരു കാര്യം. ശാസ്ത്രം എങ്ങനെയാണ് ഇതിനകത്ത് വർക്കാവുന്നത് എന്നുള്ളത് മനസ്സിലാകാതിരിക്കുന്നു, അല്ലെങ്കിൽ ശാസ്ത്രീയമായ വഴികളുണ്ട് എന്നുള്ളത് തിരിച്ചറിയാതിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ഒരു പ്രശ്നം. അപ്പോൾ ഇതിലാണ് ഞാൻ ഈ ആദിവാസി കോളനിയിലുള്ള ഒരു കഥ, അത് ഇന്നത്തെ ഈ 21ാം നൂറ്റാണ്ടിൽ നടക്കുന്ന ഏതാനും വർഷങ്ങൾക്ക് മുന്നേ മാത്രം നടന്നൊരു കാര്യമായിട്ട് ഞാൻ തട്ടിച്ച് പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ അവരുടെ ഇടയിൽ പോലും ഇത് ഒരു പാരസെറ്റമോളിൻ്റെ കാര്യത്തിൽ പോലും നടക്കുന്ന കാര്യമാണിത്. പിന്നെ ഇനി ഇതേ സ്ഥലത്ത് തന്നെ നമ്മൾ അഗളി കേന്ദ്രീകരിച്ചിട്ടുള്ള അട്ടപ്പാടി ഭാഗത്ത് അവിടെയുള്ള ഒരു പ്രവർത്തനത്തിലുണ്ടായിരുന്നു. അവിടെ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ്, അവിടെ ഈ ഹോം ഡെലിവറി എന്ന് പറയുന്നത് ആദിവാസി കോളനിയിൽ വളരെ വ്യാപകമാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുന്നു. അപ്പോൾ അവിടെ പ്രഭുദാസ് എന്ന് പറഞ്ഞ നമ്മളൊരു ഡോക്ടറാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം വാർത്തയിലൊക്കെ നിറഞ്ഞു നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹം എടുത്തിരുന്ന ഒരു പ്രധാനപ്പെട്ട പണി എന്തായിരുന്നു? അതായത് ഒരു വീട്ടിൽ ഇതുപോലെ ഒരു ഗർഭിണി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിരന്തരം അവർ വീട്ടിൽ പോകുന്നു. അപ്പോൾ ഗർഭിണിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ പണി പിന്നെ തുടങ്ങുകയായി. കാരണം എന്താണ്, ഇവർക്കറിയാം അവിടെ ഹോം ഡെലിവറിയാണ് പരമാവധി നടക്കുന്നുള്ളൂ. ഹോം ഡെലിവറിയുടെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ്, ഡെലിവറിയുടെ കാര്യം പോട്ടെ, ഇതിന് മുന്നേ തന്നെ ഈ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വളർച്ച കൃത്യമാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഇത് മോണിറ്റർ ചെയ്യണം. ഈ 10 മാസം 9 മാസം ഇത് മോണിറ്റർ ചെയ്യേണ്ട ഒരു ആവശ്യം കൂടിയുണ്ട്. ഇതിലൊന്നും ഇവർ വരില്ല. അതുകൂടാതെ ഈ ഗർഭകാലത്ത് തന്നെ ഇവർ ഈ പുകയില ചവയ്ക്കുന്നതും മുറുക്കുന്നതും ഇതെല്ലാം അവിടെ തുടരുകയും കൂടി ചെയ്യുമ്പോൾ കുട്ടിക്ക് കൂടുതൽ പ്രശ്നമാവുകയും അങ്ങനെ കുട്ടിക്ക് വളർച്ചക്കുറവുണ്ടാവുന്നു, അങ്ങനെ മരണത്തിലേക്ക് പോകുന്നതൊക്കെയാണ് അവിടെ കൂടുതൽ കാണുന്നത്. അപ്പോൾ ഈ അട്ടപ്പാടിയിൽ നമ്മൾ ഈ ശിശുമരണം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കുക പട്ടിണിയാണെന്നാണ്. പട്ടിണിയൊന്നും അല്ല അവിടുത്തെ പ്രശ്നം.
അവിടുത്തെ പ്രശ്നം ഇതുപോലെയുള്ള മെഡിക്കലി ഉള്ള വിഷയങ്ങൾ, അതുകൂടാതെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ചില വിഷയങ്ങൾ, ഇതിൽ കോപ്പറേറ്റ് ചെയ്യാതെ ഉണ്ടാകുന്ന വിഷയങ്ങൾ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടും കൂടിയാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവർ സംഭവം അവസാനം എങ്ങനെയാണ് ഇത് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് മനസ്സിലാക്കി, ഇവരുടെ വയറ്റാട്ടി എന്നൊക്കെ പറയുന്ന ആളുകൾ, അവരുടെ ഈ ഊരിൽ തന്നെയുള്ള സ്ത്രീകൾ, അവരെ ഉൾപ്പെടെയാണ് ഒരു ടീമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് നിർത്തി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഈ ഹോസ്പിറ്റൽ അഗളി ഈ ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് വീട് പോലെ തന്നെയാണ് ഈ ഹോസ്പിറ്റലിൽ നിന്ന് വരുത്തി തീർത്തിട്ട് ഇവരെ കൊണ്ടുവന്ന് ഇത് ചെയ്യുന്നത്. അങ്ങനെയാണ് അവിടെ കുട്ടികളെ രക്ഷിച്ചെടുക്കുന്നത്. കാരണം ഇതൊരു വലിയ പ്രശ്നമാണ്. ഇതാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന രണ്ടാമത്തെ കാര്യം. കാരണം ഈ അവാർഡ് ദാന ചടങ്ങും അതുപോലുള്ള സംഗതികളൊക്കെ സംസാരിച്ച് അവർ പറയുന്നത് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ പ്രസവിക്കുന്ന സമയത്ത് നമ്മളെ വേണ്ടപ്പെട്ട ആളുകൾ, നമുക്ക് സന്തോഷം തരുന്ന ആളുകളൊക്കെ നമ്മുടെ ചുറ്റും ഉണ്ടെങ്കിൽ അതൊരു സന്തോഷമല്ലേ എന്നൊരു ചോദ്യം ഞാൻ അതിൽ ശ്രദ്ധിച്ചു. നമ്മുടെ നാട്ടിലെ പ്രസവം സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രസവിക്കുന്ന ഈ ലേബർ റൂമുമായി കണക്ട് ചെയ്തിട്ടുള്ള വിഷയങ്ങളൊന്ന് പരിശോധിച്ചാൽ കാണാം. ഇപ്പോൾ മലപ്പുറത്ത് എൻ്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ അവിടെ ഹോസ്പിറ്റലിന് പുറത്ത് എഴുതി വെച്ചിരിക്കുന്നതാണ് പുരുഷന്മാർക്ക് പ്രവേശനം, ഭർത്താവിന് പോലും പ്രവേശനം ഇല്ല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീ പ്രസവിക്കാൻ കിടക്കുമ്പോൾ അവരുടെ ഭർത്താവാണ് കൂടെ ഉണ്ടാവുക മിക്കവാറും. അവർ ഒരുമിച്ച് നിന്നിട്ടാണ്. അപ്പോൾ ഈ കുട്ടി ഉണ്ടാകുന്നു, പ്രസവിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഭാര്യ മാത്രം പോകുന്ന ഒരു മേഖലയായിട്ടല്ല അവിടെ വെച്ചിരിക്കുന്നത്. അത് ആ ഭർത്താവിനും കൂടി പങ്കുണ്ട് എന്നുള്ള രീതിയിലാണ് അവിടെ കാര്യങ്ങൾ വെക്കുന്നത്. ബാക്കിയുള്ള ആളുകളൊക്കെ പോട്ടെ, ഇവിടെ വളരെയധികം ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനൊരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ കുറേയും കൂടിയും ഈ സ്ത്രീക്ക് ഒരു ബലമേകുന്ന തരത്തിൽ പുരുഷനും ഒരു റോൾ ഉണ്ട് എന്നുള്ളത് വന്നാൽ, ആ പ്രസവത്തിൻ്റെ മേഖലയിൽ അവർക്ക് പരസ്പരം ഒരു ആത്മവിശ്വാസം കൊടുക്കാനും അവർക്കൊരു ഒരു തണൽ വരുന്ന രീതിയിൽ, ഒരു ആശ്വാസം കൊടുക്കുന്ന രീതിയിലൊക്കെ പുരുഷനും കൂടി ഒരു പങ്കുണ്ട് എന്നതും കൂടി റീഇൻഫോഴ്സ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരു പരിധിവരേക്കും ഇതുപോലുള്ള ഇമോഷണലി ഇവരെ ഇതിനകത്ത് തളച്ചിടുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കൊണ്ട് ഇവരെ ഇതുപോലുള്ള അശാസ്ത്രീയമായ വഴിയിലേക്ക് പോകുന്നതെന്ന് തടയാൻ കഴിയും. അപ്പോൾ ഹോസ്പിറ്റലുകളിൽ ഇതിനകത്തൊരു പങ്കുണ്ട് എന്നാണ് ഞാൻ പറയുക. കാരണം ഹോസ്പിറ്റലുകൾ കുറച്ചും കൂടി ഈ ഡെലിവറി സൗഹാർദ്ദമായി മാറണം എന്ന് വെച്ചാൽ കുറച്ചും കൂടിയൊക്കെ ഇതിനകത്ത് ഭർത്താവിനും കൂടി ഒരു പങ്ക് കൊടുത്തുകൊണ്ട് അവർക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് ഇതിനെ നേരിടാൻ പറ്റുന്ന ഒരു അവസ്ഥയായിട്ട് ഇതിനെ മാറ്റിയാൽ തന്നെ ഒരു വലിയ മാറ്റം ഇതിനകത്ത് കൊണ്ടുവരാൻ കഴിയുന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയും കൂടി ഇതിനകത്തൊരു വഴിയുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു വശമാണ് ഇതിനകത്ത്, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് വിശ്വാസപരമായിട്ടുള്ള ഒരു ആംഗിൾ വരുന്നത്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ പോകുമ്പോൾ നിങ്ങൾ മുസ്ലിം ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണണം എന്ന് പ്രസംഗിച്ചത് മുസ്ലിം പുരോഹിതനാണ്. സിംസാറുൽ ഹക്ക് ഹുദവിയാണിത് പ്രസംഗിച്ചത്. എന്തിനാണ് മുസ്ലിം ഗൈനക്കോളജിസ്റ്റ് വേണമെന്ന് പറഞ്ഞു? അത് മുസ്ലിം സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ മുസ്ലിം സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്ത് വേണം? മുസ്ലിം ആയിട്ടുള്ള പുരുഷ ഗൈനക്കോളജിസ്റ്റ് വേണം. ഇനി മുസ്ലിം ആയിട്ടുള്ള പുരുഷ ഗൈനക്കോളജിസ്റ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അമുസ്ലിം ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ്. നിങ്ങൾ എങ്ങനെയെങ്കിലും ഒഴിവാക്കേണ്ട ആളുകളാണ് ഈ പറയുന്ന അമുസ്ലിമായിട്ടുള്ള പുരുഷ ഗൈനക്കോളജിസ്റ്റ് എന്നാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പറയും നിങ്ങൾ 5ാം ക്ലാസ് വരെ പഠിച്ചാൽ മതി എന്ന്. 5ാം ക്ലാസ് വരെ പഠിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഗൈനക്കോളജിസ്റ്റ് ആവുകയെന്ന് എനിക്ക് ഇത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പം അത് പിടികിട്ടി. കാരണം നിങ്ങൾ 5ാം ക്ലാസ് വരെ എന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പിന്നെ ഡോക്ടർ ഒരു സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ വല്ല ഉടായ്പ് അക്യുപങ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് ആയിട്ട് മാറുന്നു. ഇതാണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇതൊക്കെ ഭൂലോക തട്ടിപ്പാണെന്ന് മാത്രമല്ല, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതെല്ലാം നടക്കുമ്പോഴും ഇതിനകത്ത് ഈ ഗവൺമെൻറ്റുകൾ എന്താ ചെയ്യുന്നത്? ഇതാ ഞാൻ ചോദിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ പങ്ക്, ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ റോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് റെഗുലേറ്റ് ചെയ്യാൻ ഓൾറെഡി പുതിയതെന്തെങ്കിലും കണ്ടുപിടിക്കേണ്ട ആവശ്യം പോലും ഇല്ല. നമ്മുടെ ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ മാതൃകാപരമായിട്ട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബില്ലും അതുപോലെ മെഡിക്കൽ പബ്ലിക് ഹെൽത്ത് ബില്ലും ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കി വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളൊരു സംസ്ഥാനമാണ്. എന്താണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഇവിടെ ആക്ഷൻ എടുക്കാതെ നിൽക്കുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറയുന്ന അത് പറയുമ്പോൾ ഇതൊരു മുടന്ത ന്യായമായിട്ട് മാറുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം, വോട്ട് എന്നുള്ളത് നഷ്ടപ്പെടുന്നു എന്നുള്ളതിനേക്കാൾ അപ്പുറം ഇത് മനുഷ്യജീവനൊരു വില കൊടുക്കേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്കൊരു അമ്മ ആയതുകൊണ്ട് അല്ലെങ്കിൽ എനിക്കും അതൊക്കെ പരിചയമുള്ളത് കൊണ്ട് നമുക്കിത് പറയുമ്പോൾ മനസ്സിലാവും ഈ കുട്ടികളുടെ അവസ്ഥ ഇതൊക്കെ ആലോചിച്ചിട്ട്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതൊരു അവാർഡ് നഷ്ടപ്പെടുന്ന ഒരു വിഷയമായിട്ട് മാത്രമാണ് ഈ മുസ്ലിം സ്ത്രീയെക്കുറിച്ച് നമുക്ക് ഇവിടെ കാണുന്നുള്ളൂ. കാരണം ഇതേപോലെ വീട്ടിൽ പ്രസവിച്ച് കുട്ടിക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല എന്ന പരാതി ഉന്നയിച്ചുകൊണ്ടൊരു ദമ്പതി കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നപ്പോൾ അവർ വലിയ വാർത്തയായി. അവരെ ഞാൻ നേരിട്ട് വിളിച്ചിരുന്നു. അവരോട് ഞാൻ നേരിട്ട് ചോദിക്കുമ്പോൾ
യെസ്. എന്നെ ഞെട്ടിച്ച് കളഞ്ഞത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വിളിച്ചത് ആ ഭർത്താവിൻ്റെ നമ്പറിലേക്കാണ് ഞാൻ വിളിച്ചത്. അവരുമായിട്ടാണ് ആദ്യം സംസാരിച്ചു തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചിട്ട് പിന്നെ ഈ സ്ത്രീയാണ് സംസാരിക്കുന്നത്, അതായത് ഈ പ്രസവിച്ച അമ്മ. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഈ മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗി എന്ന് പറയുന്നത് ഈ പറയുന്ന പുരുഷനൊന്നുമല്ല, എനിക്ക് അച്ഛനൊന്നുമല്ല. പറയാനുള്ള ഒരു കാര്യം അതായിരുന്നു. താങ്ക് യു സോ മച്ച് ആരിഫ് സർ. ഞാൻ ഞാൻ ഞാനിങ്ങനെ പിടിച്ച് ഞാൻ ഇരിക്കുകയായിരുന്നു. സത്യത്തിൽ ഒരു 100 തവണ എന്റെ നാവിൻ തുമ്പത്ത് വന്ന ഒരു വാക്ക് എന്താണെന്നറിയോ? ഈ പച്ച മടല് വെട്ടി ആദ്യം അടിക്കേണ്ടത് ആരെയാണെന്നറിയോ? അതാണ് അതാണ് ഞാൻ പറഞ്ഞത്, ആ അമ്മയാണ് അടിക്കേണ്ടത്. പക്ഷെ വയലൻസ് വയലൻസ് ഒരു ഡേർട്ടി ബിസിനസ് ആയതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല എന്ന് മാത്രം. പക്ഷെ ഞാൻ പറയുന്നത്, ഓക്കെ. ഇവിടെ ഇത്തരത്തിലുള്ള സംഗതികൾ തടയുന്നതിന് സ്ത്രീകൾക്ക് സാധിക്കും. കാരണം എന്താണ്, ഒരൊറ്റ ഫോൺ കോൾ മതി. യെസ്. അതായത് ഇപ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവരുടെ എന്താണ് താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒരു സംഗതിയെ നിർബന്ധിക്കുന്നു എന്ന് വരുന്നു, അല്ലെങ്കിൽ അവർക്ക് മാനസികമായിട്ട് ഇതിനോട് യോജിക്കാൻ കഴിയുന്നില്ല, നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിനെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലായാൽ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ്റിൻ്റെ ആശാവർക്കർമാർ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നത് പറയുമ്പോൾ അവരോടൊരു വാക്ക് പറഞ്ഞാൽ മതി, എനിക്ക് ഹോസ്പിറ്റലിൽ പ്രസവിക്കണം അല്ലെങ്കിൽ ഇന്നൊരു വിഷയമുണ്ട് എന്ന് പറഞ്ഞാൽ. ഇനി അതുമല്ല, ഭർത്താവിനോട് പറയാം അവസാനമായിട്ട്, എനിക്ക് പറ്റില്ലേക്കാ, എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കാ എന്ന് പറഞ്ഞാലെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകില്ലേ? ഇതല്ലേ ഇവിടെ സംഭവിക്കുക. ഇത് പറയുന്നില്ല എന്ന് മാത്രമല്ല, ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് ഈ പറയുന്ന സ്ത്രീകൾ. ഈ ഉമ്മമാർ എന്ന് പറയുന്ന ആളുകൾ അത് പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ്. അവർ വന്നിട്ട് പറയാണ്, ഞങ്ങളുടെ ഉമ്മമാരൊക്കെ ഇതുപോലെ പ്രസവിച്ചു, പിന്നെ എനിക്കും പ്രസവിച്ചാൽ എന്താ? അതിനകത്തൊരു ഒരു പെയിൻ തിയറിയൊക്കെ കൊണ്ടുവരികയാണ്. അതായത് കുറച്ച് വേദനയൊക്കെ എടുത്ത് പ്രസവിച്ചാൽ മാത്രമാണ് ഇതിനകത്ത് കുട്ടിക്ക് എന്തോ ഗുണമുള്ളൂ എന്നുള്ള രീതിയിലേക്കൊക്കെ വരുന്നു. ശുദ്ധ അസംബന്ധമാണെന്നാണ് ഞാൻ പറയുക. കാരണം ഇങ്ങനെ പെയിൻഫുള്ളായിട്ട് പ്രസവിക്കേണ്ടി വരുന്നത് മനുഷ്യ സ്ത്രീകൾക്ക് എന്താണ് അതിൻ്റെ കാരണം നമ്മളുടെ അനാറ്റമി അങ്ങനെ ആയതുകൊണ്ടാണ്. അത് ഈസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല വഴികളും മെഡിക്കൽ സയൻസ് ചെയ്യേണ്ടി വരുന്നത്. പലതരത്തിലുള്ള ഡെലിവറി പ്രൊസീജിയേഴ്സ് നമ്മൾ ചെയ്യേണ്ടി വരും. എപ്പിസിയോട്ടമി മുതൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഫോഴ്സപ്സ് ഡെലിവറി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ സിസേറിയൻ വരെ പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെയുള്ള ഹ്യൂമൻ അനാറ്റമിയുടെ പ്രശ്നം കൊണ്ടാണ്. ഇത്തരമൊരു പ്രശ്നം മറ്റ് ജീവജാലങ്ങൾക്കില്ല. അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ മണ്ണ് കുഴച്ചുണ്ടാക്കിയ സിദ്ധാന്തത്തിൽ നിന്ന് ആദ്യം ഒന്ന് തല ഊരണ്ടേ, എന്നാലല്ലേ ഈ സാധനം മനസ്സിലാവുള്ളൂ. ഇത് നമ്മൾ എവല്യൂഷണറിയിലി നമുക്ക് കിട്ടുന്ന ഒരു പ്രോബ്ലം ആയിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഈ എന്താണ് ഇൻ്റലിജൻറ്റ് ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോൾ ദൈവം ഉണ്ടാക്കിയതാന്നൊക്കെ പറയുന്ന ആളുകളോട് നമുക്ക് പറയണം, ഇതുപോലെ ഒരു മണ്ടൻ ഡിസൈൻ വേറെ എവിടെ ഉണ്ടാവില്ല എന്നേ എനിക്ക് പറയാനുള്ളൂ. എത്ര മികച്ച രീതിയിൽ ഇത് ഉണ്ടാക്കാമായിരുന്നു. എന്നിട്ടും ഇതേപോലെ വളരെ വേദനയുള്ള ഒരു ഡെലിവറി സമ്മാനിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ഇത് എന്തുകൊണ്ട് ദൈവമാണെന്ന് പോലും നമ്മൾ ചോദിക്കുന്ന അതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല വിഷയങ്ങളിലേക്ക് ഇത് പോകും. മൾട്ടി ഡയമെൻഷനിലാണ്. ഇവിടെ ഞാൻ പറഞ്ഞു വന്ന അവസാനത്തെ ഡയമെൻഷൻ ഇതാണ് ഈ പറഞ്ഞ വിഷയത്തിൽ. അതായത് ഇതിനകത്തൊരു സ്ത്രീകളുടെ പങ്ക് അത് പറയുന്ന സമയത്ത് അവർ ഇതിനകത്ത് ഒരു മാടമ്പള്ളിയിലെ യഥാർത്ഥ രോഗിയായി മാറിക്കൊണ്ട് ഭർത്താവിനെ പോലും തള്ളി മാറ്റിയിട്ട് എന്നോട് സംസാരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ തുടക്കത്തിലൊന്ന് അന്താളിച്ചു പോയി തന്നെ ഞാൻ പറയും. കാരണം ഇവർ പറയുന്നത് ഇവരുടെ ആ ഊർജ്ജം. പിന്നെ ഇന്ന് ഞാനപ്പോൾ ഓർത്തുപോയത്, അല്ലെങ്കിൽ ഈ ഫോൺ കോൾ അന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് ഞാൻ അവിടെ വെച്ചു. എൻ്റെ മനസ്സിൽ ഉദ്ദേശം എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, വീണ്ടും ഇതേപോലെ പ്രസവം ഉണ്ടാവും, അന്നൊരു അമ്മ മരിക്കും. അന്ന് ഞാനിത് പബ്ലിഷ് ചെയ്യുന്ന വിചാരിച്ചു തന്നെയാണ് അന്ന് അത് റെക്കോർഡ് ചെയ്തത്. ഇത് ഇന്നലെ മിനിയാന്ന് അത് സംഭവിച്ചു. അപ്പം ഞാനത് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്യുന്ന കൂട്ടത്തിൽ അന്ന് പറഞ്ഞ വിഷയം തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അതായത് ഈ മരിച്ച അമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അന്ന് ഫോൺ കോളിൽ വിളിച്ചപ്പോൾ സംസാരിച്ച സ്ത്രീയേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുമായിരുന്നു ഈ പറയുന്ന സ്ത്രീയും. അതായത് വീട്ടിലെ പ്രസവത്തെക്കുറിച്ച് വാചാലയാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ വാചാലയാകുമായിരുന്നു ഈ അമ്മയും. കാരണം ഇവരും ഒരു അക്യുപങ്ക്ചർ ബിരുദധാരിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ ഈ ഗവൺമെൻറ്റൊക്കെ എന്ത് മണ്ണാങ്കട്ടയാണ് നോക്കിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ ചോദിക്കണം. അതാണ് ഇവിടെ ഒരു സംവിധാനമില്ലേ ഇതിനെയൊക്കെ മോണിറ്റർ ചെയ്യേണ്ട? ഈ ഹെൽത്ത് കെയർ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? ഇതിനൊരു ബില്ലൊക്കെ ഉണ്ടാക്കി ഇവിടെ അടുക്കളയിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണ്ടേ? ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമം നടപ്പിലാക്കണ്ടേ? അവിടെ വോട്ട് പേടിച്ചിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ വോട്ട് വേഴ്സസ് മനുഷ്യജീവൻ എന്ന് പറയുന്ന ഒരു ചോദ്യം അവിടെ വരുമ്പോൾ നിങ്ങളവിടെ വോട്ട് തിരഞ്ഞെടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്ത് അർഹതയാണുള്ളത് മാനവികതയെക്കുറിച്ച് സംസാരിക്കാൻ? നിങ്ങൾ എന്ത് അർഹതയാണുള്ളത്? നിങ്ങൾ ഇടതുപക്ഷമാണെന്ന് നിങ്ങൾക്ക് സ്വയം വിളിക്കുക എന്നൊക്കെയാണ് ഞാൻ ചോദിക്കുക. കാരണം ഈ ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്ന മനുഷ്യസ്നേഹമാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ മുന്നിൽ ഒരു കുട്ടികൾ ഇവിടെ 5 പേരെ അനാഥരാക്കിയിട്ട് പോകുന്നു, ഒരു മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നു. ഇതിന് വഴിവെക്കുന്ന ഇതുപോലുള്ള അവാർഡ് ദാന ചടങ്ങുകൾ ഇവിടെ നടക്കുന്നു. അതിൻ്റെ പിന്നിൽ അറബി മൂളിച്ചവരെ ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് ഇടപെടാൻ കഴിയുന്നില്ല. അവിടെ നിങ്ങൾ ഈ മനുഷ്യജീവൻ എന്ന് പറയുന്ന സാധനത്തിന് പുല്ലുവില കൊടുക്കുകയാണ്. അതുപോലും ഇല്ല എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ സ്വയം വിളിക്കുന്നത് ഇടതുപക്ഷം എന്നാണ്, നിങ്ങൾ നിയമം നടപ്പിലാക്കുന്ന ആളുകളെന്നാണ്. ഇതിലൊന്നും നമുക്ക് വിശ്വാസം ഇല്ലാതെ പോകുന്നു. നിങ്ങളിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന ലോ ആൻഡ് ഓർഡർ അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ ഇത് ഔട്ട്സോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് പോകേണ്ടി വരും. എന്ന് വെച്ചാൽ ഇത് എന്താ പറയുക,
നാട്ടുകാർ കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. ഇത് അരാജകത്വത്തിലേക്ക് പോവുക അവിടെയാണ്. ഗവൺമെൻറ്റുകൾ ഇടപെടേണ്ടടുത്ത് ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിപ്പോൾ മയക്കുമരുന്നിൻ്റെ കേസിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് നാട്ടുകൂട്ടങ്ങൾ ഇറങ്ങിയിട്ട് ഇപ്പോൾ തീരുമാനിക്കുകയാണ്, ഇവിടെ നിങ്ങൾ മയക്കുമരുന്ന് കച്ചവടം ചെയ്താൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും എന്ന് പറയുന്ന പോലെ, വീട്ടിൽ ഇനി പ്രസവിച്ചാൽ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചാൽ ഇത് ആരെയാണ് കുറ്റം പറയാൻ കഴിയുമെന്നാണ് ഞാൻ ചോദിക്കുക. അപ്പോൾ ഇത് ഒരുപാട് കാര്യങ്ങൾ ചർച്ചയാകേണ്ട ഒരു വിഷയമാണ്. തീർച്ചയായും ഞാനൊരു കാര്യം എന്റെ ഒരു സംശയം കൂടിയാണ്. യഥാർത്ഥത്തിൽ ഈ മുസ്ലിങ്ങൾ ഈ സ്വർഗരാജ്യം ലഭിക്കും, അല്ലെങ്കിൽ അവര് അറബി മണ്ണിൽ വിശ്വസിക്കുന്നു, എന്താ പറയാ, അങ്ങനെ ഒക്കെയുള്ള ഒരു വിശ്വാസം കാണിക്കുമ്പോൾ ഇന്നും ലോകത്ത് അറബി നാട്, അറബി മണ്ണ് എന്നതിന്റെ ഒക്കെ ഒരു പീക്കിൽ, വിശ്വാസത്തിന്റെ ഏറ്റവും ഒരു പീക്കിൽ നിൽക്കുന്ന ഒരു രാജ്യം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയത് എമിറേറ്റ് ആണ്. സൗദി അറേബ്യ, UAE, ദുബായ് അങ്ങനെയൊക്കെ പറയുന്ന നാടാണ്. അവിടെ റാഷിദ് അൽ മക്തൂം, ഷെയ്ഖ് ഹംദാൻ, നമ്മുടെ സൗദിയുടെ രാജകുമാരൻ സൽമാൻ രാജകുമാരൻ, ഇവരൊക്കെ നടപ്പിലാക്കിക്കൊണ്ടുവരുന്ന ചില വികസന പ്രവർത്തനങ്ങൾ, എസ്പെഷ്യലി മെഡിക്കൽ രംഗത്ത്, അത് ഇവർക്കാരാണൊന്ന്, ഇവിടെ കേരളത്തിലുള്ള ഇവർക്കാരാണൊന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് ആലോചിച്ച് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഒരു മുസ്ലിമിൻ്റെ മാതൃക എന്ന് പറയുന്നത് അറബി രാഷ്ട്രങ്ങളല്ല, അറബി രാജ്യങ്ങളും അല്ല. മുസ്ലിമിൻ്റെ മാതൃക എന്ന് പറയുന്നത് ഇസ്ലാമാണ്. ഇസ്ലാം എന്താണോ പറയുന്നത് അത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വിരുദ്ധമായിട്ട് സൽമാൻ രാജകുമാരൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൽമാൻ രാജകുമാരൻ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിച്ചതുകൊണ്ടാണ്. അതിന് വിരുദ്ധമായത് എമിറേറ്റ് രാജാക്കന്മാർ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവർ ഇസ്ലാമിൽ നിന്നും വ്യതിചലിച്ചതുകൊണ്ടാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതാണ് മുസ്ലിമിൻ്റെ മനസ്സിലാക്കൽ. ഇങ്ങനെ മനസ്സിലാക്കാനാണ് പഠിപ്പിക്കുന്നത്. മുസ്ലിമിൻ്റെ മാതൃക ഒരിക്കലും അറബ് രാഷ്ട്രങ്ങളല്ല, ഒരിക്കലും തന്നെ അറേബ്യൻ രാജ്യങ്ങളല്ല. അപ്പോൾ അവിടെ ഇപ്പോൾ അനിസ്ലാമികമായതൊക്കെ നടക്കുമ്പോൾ അത് ആ രീതിയിലേ അതിനെ കാണുള്ളൂ. ഇസ്ലാമികമായ കാര്യം അറബ് രാഷ്ട്രത്തിൽ നടക്കുന്നു, ഇസ്ലാമികമല്ലാത്ത കാര്യം അറബി രാഷ്ട്രത്തിൽ നടക്കുന്നു, ഇത്രയേ അതിനകത്തുള്ളൂ. പിന്നെ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അറബി രാജ്യമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാജ്യമോ അല്ല. നമ്മളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ സ്വർഗമാണ്, മരിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ ഇഹലോകത്ത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ജീവിക്കുന്ന ആ സ്ഥലം അത് ഇസ്ലാമികവൽക്കരിക്കണം, അത് ഇസ്ലാമിക രാജ്യമാക്കണം. അപ്പോഴും അവിടെ അറബി ആകണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ അത് ഓട്ടോമാറ്റിക്കലി ആയിക്കോളും എന്നുള്ളതാണ്. പക്ഷേ ഇവിടേക്ക് ഇപ്പോൾ അത് കൊണ്ടുവരണമെന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടുത്തെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അശാസ്ത്രീയത, ഈ കപടശാസ്ത്രത്തിലുള്ള സംഗതി അതിവിടെ ഉണ്ട്. അത് നമ്മളുടെ ഈ ഫേബ്രിക്കിലുള്ള കാര്യമാണ്, സൊസൈറ്റിയിലുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ഇമോഷണലി ഒക്കെ നമുക്ക് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ, ഈ പ്രസവ സമയത്ത് ഉണ്ടാകുന്ന വിഷയങ്ങൾ, അതും ഇവിടെ ഉള്ളതാണ്. പിന്നെ അതുകൂടാതെ വിശ്വാസപരമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നു. അതായത് അന്യപുരുഷൻ കാണാൻ പാടില്ല, സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് വേണം എന്നൊക്കെ പറയുന്ന ചില വിഷയങ്ങൾ കൂടി വരുന്നു. ഇതെല്ലാം കൂടി ചേർത്ത് ഒരൊറ്റ കൊമ്പിലേക്ക് കൂർക്കുമ്പോൾ അതൊരു പ്രത്യേക മതത്തിലെ ഒരു കൂട്ടം ആളുകളെ വളരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയായിട്ട് മാറുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തിൽ നിങ്ങൾ എല്ലാ മതവിഭാഗമുള്ള ഒരു സമൂഹത്തിൽ ഇത് നോക്കുമ്പോൾ ഇത് ഒരു പ്രത്യേക മതവിഭാഗം, മുസ്ലിം മതവിഭാഗത്തിന്, മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് വ്യാപകമാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. കാരണം ഇതുപോലെ കോർത്തെടുക്കാൻ പറ്റുന്ന 3 കണ്ണികളും ഒരേപോലെ വരുന്ന ഒരു മതം മറ്റൊരു മതത്തിൽ നിന്ന് നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം അതാണ്. ഹിന്ദു മതത്തിൽ നിങ്ങൾക്ക് ഇതേപോലെ എടുക്കാൻ കഴിയില്ല. അങ്ങനെ ആരെങ്കിലും എടുത്തു എന്ന് വിചാരിക്കാം, അത് ഹിന്ദു മതത്തിലെ ഏതെങ്കിലും ഒരു ഫ്രിഞ്ച് എലമെൻറ്റ് അങ്ങനെ എടുത്തുന്നേ വരുള്ളൂ. അത് ഹിന്ദുക്കൾ മെജോറിറ്റി ആയിട്ടുള്ള ആളുകൾ അതിനെ തള്ളും. അതാണ് ഇതിൽ സംഭവിക്കുക. ഇനി ഇവിടെ ഈ പറയുന്ന വിഷയം, ഈ 3 കണ്ണികളുള്ള വിഷയം, ഇതെടുത്ത് വെച്ച് നമ്മൾ പരിശോധിക്കും. ഇപ്പോൾ ഇതിൻ്റെ വീഡിയോയുടെ കമൻറ്റിൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിനകത്ത് ഇതിലേതെങ്കിലും ഒരു കണ്ണിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അല്ലാതെ അതിൽ തള്ളി പറയുന്ന കൂട്ടത്തിൽ ഈ അശാസ്ത്രീയത തള്ളിക്കളയുമായിരിക്കും. അല്ലെങ്കിൽ ഇതിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതിലെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ്, കേരളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണ്. ഈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 6 നമ്മളിവിടെ. 1000 കേരള നമ്പർ 1 എന്ന് പറയുമ്പോൾ അത് വെറുതെ ഉണ്ടാവുന്നതല്ല. ഈ 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അതിനകത്ത് 6 പേര് മരിക്കുന്നു. അത് 9 ആയിരുന്നു, അത് 6 ആക്കാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുകയാണ്. അത് ഇനി 6-ൽ നിന്നും ഇനി കുറയ്ക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല, കാരണം അത് 5 ആക്കണം. പക്ഷേ ആ 5 ആക്കുന്നതിൻ്റെ ഇടയിലാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കുട്ടികളും കൂടി മരിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? ഇപ്പോൾ അട്ടപ്പാടിയിലെ മരണം വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശങ്കിച്ചത് ഈ വിഷയമാണ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റിയിലാണ്. കാരണം 6, 11 ആവുന്നു, 9 ആവുന്നു എന്ന് വരുന്നിടത്തായിരുന്നു അതിൻ്റെ പ്രശ്നം. അപ്പോൾ 100-ൽ നിന്നും 6 ആക്കാൻ നമുക്ക് അതൊരു വലിയ വ്യത്യാസമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 6-ൽ നിന്നും 5 ആക്കുക എന്ന് പറയുന്നത് അത് വളരെ മെനക്കെട്ടുള്ള ഒരു പരിപാടിയാണ്, ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇനി മെറ്റേണിറ്റി മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയും 1 ലക്ഷം പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിനകത്ത് എത്ര അമ്മമാർ മരിക്കുന്നു എന്നതാണ് അതിൻ്റെ കണക്ക്.
അതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളം അത് 20-ൽ താഴെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് കേരളത്തിന് അയൽ സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണക്കുകളൊക്കെ ഉള്ളത് ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളൊക്കെയാണ്. അവിടെയൊക്കെ മരിച്ചു വീഴുന്ന അമ്മമാരുടെ കയ്യും കണക്കുമില്ല. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? വീട്ടിൽ പ്രസവിക്കുന്നുകൊണ്ടാണ്. അപ്പോൾ വീട്ടിൽ പ്രസവിക്കുമ്പോഴുള്ള കുഴപ്പം എന്താണ്? വീട്ടിൽ പ്രസവം മാത്രമല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ മാതിരി ഗർഭധാരണം മുതലുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒരു കൾമിനേഷനാണ് ഈ പറയുന്ന പ്രസവ സമയത്തുള്ള മരണം എന്ന് പറയുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം അങ്ങ് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുകയല്ല ചെയ്യുന്നത്. കുറേ പ്രശ്നങ്ങളുണ്ടാവും. കാരണം ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ എക്ടോപിക് പ്രഗ്നൻസി ആണെന്ന് തന്നെ വിചാരിക്കുക. അതായത് നമ്മളുടെ ഗർഭപാത്രത്തിന് ഉള്ളിൽ ശരിയായ രീതിയിലല്ല അവിടെ ആ ഒരു ഫീറ്റസ് വളർന്നു വരുന്നത്, അതിൻ്റെ ഇംപ്ലാന്റേഷൻ നടക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിച്ചറിയപ്പോഴാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യ ആഴ്ചകളിൽ നമ്മൾ നടത്തുന്ന സ്കാനിങ്ങിലൂടെ തന്നെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ ഇത് സ്കാനിങ് നടക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഗർഭം ധരിച്ചു എന്നുള്ളത് ഡോക്ടർമാർ അറിയണം, ഹോസ്പിറ്റലിൽ പോയി കാണണം, അങ്ങനെയല്ലേ അവർ അറിയുള്ളൂ. അത് അറിയിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കും? ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ ഈ നമ്മളെ പ്രസവ ക്ലിനിക്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, അവിടെ നമ്മൾ പോസ്റ്റിംഗ് ഉണ്ടാവും. അപ്പോൾ അവിടെ നമ്മൾ ഇരിക്കുമ്പോൾ കാണും മലയാളികളായിട്ടുള്ള ആളുകൾ വരും. അതുകൂടാതെ മലയാളികളല്ലാതെ ഇവിടെ വന്ന് ജോലി എടുക്കുന്ന ഈ അന്യ സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ അവിടെ വരും. അവർ വരുന്ന സമയത്ത് അന്ന് ഞങ്ങളുടെ ഡോക്ടർ, അതായത് ടീച്ചറായിട്ടുണ്ടായിരുന്ന ആ ഡോക്ടർ, അവർ ചൂടാവുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം മലയാളികളുടെ അടുത്തല്ല. മലയാളികൾ ആദ്യം തന്നെ പ്രസവം അവർ കണ്ടാൽ, അവർ ഗർഭധരിച്ചു എന്ന് അറിഞ്ഞാൽ അവർ ഉടനെ വരുന്നു, സ്കാനിങ് നടത്തുന്നു, മറ്റ് ടെസ്റ്റുകൾ നടത്തുന്നു, അങ്ങനെ അങ്ങ് പോവുകയാണ്. അതൊരു റുട്ടീനായിട്ട് നടക്കുന്നൊരു കാര്യമായിട്ട് മലയാളികളിൽ മാറിയിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന ഈ ചൂടാവേണ്ടി വരുന്ന ആളുകൾ ആരാണ്? അത് ഈ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ആളുകൾ. അവർ 8 മാസമൊക്കെ ആകുമ്പോഴാണ് ആദ്യമായിട്ട് ഡോക്ടർ വന്ന് കാണുന്നത്. അപ്പോഴേക്കും അവർക്ക് വളർച്ച അത് വളരെ വലിയ തോതിൽ ഉണ്ടായിട്ടുണ്ടാവും. എന്ന് വെച്ചാൽ ഈ രക്തമില്ലായ്മ, അതുകൂടാതെ മറ്റ് പല പ്രശ്നങ്ങൾ. സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ മറ്റ് രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് ഉള്ള പ്രഗ്നൻസി ആയിരിക്കും. എക്ടോപിക് പ്രഗ്നൻസി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ അത് ഒഴിവാക്കേണ്ടതാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇതൊക്കെ ഉണ്ടായി അവസാനമാകുമ്പോഴാണ് ഇത് വരിക. ഇതിന് കോംപ്ലിക്കേഷൻ കൂടും. ഈ അമ്മ മരിക്കാനുള്ള സാധ്യത, കുട്ടി മരിക്കാനുള്ള സാധ്യത, അങ്ങനെ പല പല പ്രശ്നങ്ങളിലേക്ക് പോവാണ്. പിന്നെ ഡെവലപ്മെൻറ്റൽ അബ്നോർമാലിറ്റീസ്, അതായത് ഈ വളർച്ചയും കാര്യങ്ങളൊക്കെ ആദ്യ ആഴ്ചകളിലൊക്കെ ഉണ്ടായി അത് നിരന്തരം നിന്ന് കഴിഞ്ഞാൽ ഇത് കുട്ടിയെ ബാധിക്കും. അവരുടെ വളർച്ചയും അതുപോലെ പല സംഗതികളെയും ബാധിക്കുന്ന വിഷയമാണ്. ഇതെല്ലാം ഇവിടെ ഉണ്ടായിരിക്കും. ഇത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ആദ്യ ആഴ്ചകളിൽ ഇത് നടക്കണം. ഇതൊന്നും അറിയാതെ അവസാനം ഈ പ്രസവിക്കുന്നതിന് തൊട്ട് മുന്നേ വേദനയൊക്കെ വരുമ്പോൾ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് ഇത് ഡോക്ടറുടെ ഉത്തരവാദിത്തമാക്കി മാറ്റുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോഴാണ് ഈ ഡോക്ടർ ചൂടാവേണ്ടി വരുന്നത്. അപ്പോഴാണ് ഇവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. ഇത് സമയമില്ല, ഒന്നാമത്തെ കാര്യം നമ്മളെ കയ്യിൽ നിൽക്കാത്ത അവസ്ഥയായിട്ട് മാറുകയാണ്. അപ്പോഴാണ് ഇവർ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടെ ആ കഴിഞ്ഞ കോളിൽ അവർ നമ്മളോട് ചോദിക്കുകയാണ്, ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടും ആളുകൾ മരിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത്. മരിക്കുന്നുണ്ട്, അതിങ്ങനെ വരുമ്പോഴാണ് ഈ മരിക്കുന്നത്. ഇത് മുൻകൂട്ടി കണ്ടാൽ അത് ഒഴിവാക്കാനുള്ള വഴികൾ മെഡിക്കൽ സയൻസിനുണ്ട്. മെഡിക്കൽ സയൻസ് ഈ കെട്ടുകഥയുടെ പുറത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേനയുള്ള അനുഭവ സാക്ഷികൾ പുറത്തോ നിൽക്കുന്ന സാധനമല്ല. അത് റൺ ചെയ്യുന്നത് പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, ഈ രണ്ട് സാധനങ്ങളാണ് അതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. അവിടെ കണക്കുകളും അതിൻ്റെ മറ്റ് വസ്തുതകളുമാണ് അവിടെ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത്. പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒരു അസുഖം വന്നാൽ മരിക്കാനുള്ള സാധ്യത, അത് മാറാനുള്ള സാധ്യത, അത് കോംപ്ലിക്കേറ്റഡ് ആവാനുള്ള സാധ്യത, ഇങ്ങനെ പല സാധ്യതകൾ അളന്ന് മുറിച്ച് വെച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യം തീരുമാനിക്കുന്നത്. ഇത് തിരിച്ചറിയാത്ത, ഇതിനെക്കുറിച്ച് അജ്ഞരായിട്ടുള്ള പൊതുജനം അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൂട്ടി ഇണക്കി ഇതിനകത്ത് സ്ത്രീകൾ കാണാതിരിക്കണം, പുരുഷൻ കാണാതിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം കൂടി അങ്ങ് വരുമ്പോൾ ഇത് മാറിപ്പോയി. ഇനി ഒരു കാര്യം കൂടി ഞാനത് അവസാനമായിട്ട് പറയുന്നത്, ഇതിനകത്ത് ഈ സ്ത്രീ ഗൈനക്കോളജിസ്റ്റ് വേണം. ഇതായിരിക്കും ഈ പറയുന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസികളെ സ്വാധീനിക്കുന്ന ഒരു വിഷയം. കാരണം ഞങ്ങൾ പ്രസവിക്കുന്ന പുരുഷന്മാർ കാണാൻ പാടില്ല എന്ന് പറയുന്നത്. ഞാനും ഈ പറയുന്ന ഗൈനക്കോളജി പോസ്റ്റിങ്ങിൽ പ്രസവം നേരിട്ട് കാണാനൊക്കെ നമുക്ക് അവസരം ലഭിച്ചിട്ടുള്ളതാണ്. ഞാൻ തറപ്പിച്ച് പറയണം, നമുക്ക് ആ ഒരു സമയത്ത് ഈ പ്രസവിക്കാൻ വേണ്ടി അവിടെ ആ നമ്മളെ ടേബിളിൽ കിടക്കുന്ന സ്ത്രീയുടെ അവിടെ നമ്മൾ നിന്നിട്ട് നമുക്കൊരിക്കലും അങ്ങനത്തെ ചിന്ത വരില്ല. ഇതാണ് എനിക്ക് പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു, ഇവരോട് പറഞ്ഞു കൊടുക്കേണ്ട എങ്ങനെയെന്ന് തിരിച്ചറിയാത്തൊരു വിഷയം. കാരണം അതൊരു വല്ലാത്തൊരവസ്ഥയാണത്. അതായത് ഒരു സ്ത്രീ പ്രസവിക്കാൻ വേണ്ടി കിടക്കുക, അവരുടെ വേദന, അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ പറയുന്നതും അതൊക്കെ നമ്മളവിടെ കാണുമ്പോൾ, എൻ്റെ കൂടെ നിൽക്കുന്ന അന്ന് ഞങ്ങൾ 5-8 പേരുണ്ടായിരുന്നു, ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അതിനകത്ത് ഒരു സ്ത്രീയുടെ ഈ ഒരു വരവും അതിൽ ഈ എപ്പിസോട്ടമി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങും ഒക്കെ കണ്ടിട്ട് കൂടെ ഉണ്ടായിരുന്ന 2 പേരാണ് പുറത്തേക്ക് ഓടിയത്. ഒരുത്തൻ തല ഇറങ്ങി വീണ അവസ്ഥ വരെയുണ്ട്. കാരണം ഇത് നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല.
എന്നിട്ട് നമ്മൾ മെഡിക്കലി നമുക്കിത് ട്രെയിൻഡ് ആവണം, ഇത് മനസ്സിലാക്കേണ്ട ആളുകളാണ്, ഇത് തിരിച്ചറിയേണ്ട വ്യക്തികളാണ് എന്നുള്ള നിലയ്ക്ക് നമ്മളത് നിർബന്ധപൂർവ്വം കാണുകയാണ്. കാരണം ഇത് കണ്ടിട്ടല്ലാതെ നമുക്കിത് പഠിക്കാൻ കഴിയില്ല. ഇത് പഠിച്ചാലല്ലാതെ നമുക്കിതിന് ബുദ്ധിമുട്ട് തിരിച്ചറിയില്ല. കാരണം എന്താണ്, ഒരു സ്ത്രീകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്കിത് സ്വന്തം അനുഭവിക്കാനെങ്കിലും പറ്റും. പക്ഷേ പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രസവം എങ്ങനെയെന്ന് കണ്ടു മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ പ്രസവിക്കുന്നില്ല, അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് അറിയാൻ കഴിയും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ പറയുന്നത്. കാരണം എന്നെ വിളിച്ച, അല്ലെങ്കിൽ ഞാൻ വിളിച്ച് സംസാരിച്ച ഇതിനകത്ത് പയ്യൻ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ ബാപ്പ, ഞാൻ ഉടനെ കട്ട് ചെയ്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞത്. അതായത് എന്തോ സിമ്പിളായിട്ട് പറയുകയാണ്, ഞാൻ കട്ട് ചെയ്തു, ബ്ലേഡ് വാങ്ങാൻ വേണ്ടി ഓടി എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മളത് ആലോചിച്ച് പോവുകയാണ്. കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഒന്ന് കേൾക്കുന്നത് നല്ലതാണ്. കാരണം ഇത് പ്രസവിച്ച് ഞാൻ ബ്ലേഡ് വാങ്ങാൻ പോയി വരുമ്പോഴേക്കും പ്രസവിച്ചു, എനിക്ക് മുറിക്കേണ്ടി വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ട് മുറിക്കേണ്ടി വന്നില്ല? കാരണം ഇത് മുറിക്കേണ്ടി വരാത്ത കേസുകളുണ്ട്, മുറിക്കേണ്ടി വരുന്ന കേസുകളുണ്ട്. ഇങ്ങനെ പലതും നമ്മൾ പറഞ്ഞു വെക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കുന്നുണ്ടോ ഉടനെ ഓടുക, ഒരു ഷേവിംഗ് ബ്ലേഡ് വാങ്ങിച്ചുകൊണ്ട് വരിക, മുറിക്കുക, എന്നിട്ട് കോഡ് കത്രിക കൊണ്ട് മുറിക്കുക. ഇങ്ങനെയൊക്കെ വളരെ പ്രാകൃതമായ രീതിയിൽ ഏതോ ഗോത്രത്തിൽ നടക്കുന്ന വിഷയം പോലെ ഇവർ അവതരിപ്പിക്കുമ്പോൾ ഇതിനകത്ത് ഇവരെ സംബന്ധിച്ചിടത്തോളം ടെറ്റനസിനെ കുറിച്ചുള്ള ധാരണ ഇവർക്കില്ല. ടെറ്റനസ് വന്ന് കഴിയുമ്പോൾ ഉണ്ടാകുന്ന വിഷയം എന്താണെന്ന് ഇവർക്ക് അറിയില്ല. വാക്സിൻ അവരെടുത്തിട്ടില്ല, അതിനെക്കുറിച്ച് അവർ മിണ്ടുന്നു പോലുമില്ല. അവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനെ കുറിച്ച് അറിയില്ല, മെറ്റേണിറ്റി മോർട്ടാലിറ്റിയെ കുറിച്ച് അറിയില്ല. അതല്ലെങ്കിൽ ഇവിടെ സ്റ്റിൽ ബർത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അവർ അബോർഷനെ കുറിച്ച് സംസാരിക്കുന്നു. ഇതൊക്കെയാണ് ഇവരുടെ തെറ്റിദ്ധാരണകൾ, അബദ്ധധാരണകൾ, അശാസ്ത്രീയമായ വഴികൾ. ഞാനിത് ഇത്രയും നീട്ടിപ്പരത്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പോകേണ്ടത്. ഇതിപ്പം നമ്മൾ കാണുന്നത് ഇതിനകത്തൊരു മതം മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെ ഒരു വശത്തേക്ക് കൊണ്ടുവന്നാണ്. അത് മാത്രം പറഞ്ഞാൽ പോരാ. ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. ഇതിനകത്ത് അശാസ്ത്രീയത, കപടശാസ്ത്രം, അതിനോടുള്ള സ്നേഹം, അതുകൂടാതെ ഈ മതത്തിലുള്ള ഈ ഒരു ആംഗിൾ, അതായത് സ്ത്രീ പുരുഷൻ കാണാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വിഷയങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷനായിട്ട് മാറുന്നു. ഇതാണ് ഇതിൽ സംഭവിക്കുന്നത്. ഇത് ഇങ്ങനെ ഉപയോഗിക്കാൻ തക്കതായിട്ടുള്ളൊരു വിഷയമായിട്ട് ഇത് മാറ്റിയെടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ഈ മത നേതൃത്വം. അവരിത് വലിയ തോതിലാതെ അവരുടെ കച്ചവടവും അല്ലെങ്കിൽ അവരുടെ രീതി, ഇപ്പോൾ ഈ കച്ചവടം തന്നെ ഞാൻ പറയും. ഇപ്പോൾ ഈ മരിച്ച സ്ത്രീയുടെ ഭർത്താവ് എന്താണ് മടവൂർ കാഫില എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു സാധനമൊക്കെ റൺ ചെയ്യുന്ന ഒരാളാണ്, യൂട്യൂബ് ചാനലൊക്കെ റൺ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് എന്താണ് ചുട്ട കോഴീനെ പറപ്പിക്കുന്ന ടീമാണെന്നാണ് അവർ തന്നെ സ്വയം വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഭർത്താവിൻ്റെ അടുത്ത് വന്നിട്ട് ബന്ധുക്കൾ ചോദിക്കുന്നുണ്ട്, നീ പറപ്പിക്കട, ഇവളെ പറപ്പിക്കുക എന്ന് പറയുന്നൊരു കാഴ്ച നമ്മൾ കണ്ടു. അപ്പോൾ ഇവർ എന്തുണ്ടെങ്കിലും മടവൂർ മക്കാമിലെ വലിയുള്ള എല്ലാം നോക്കിക്കോളെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചെല്ലാം ചെയ്യുക. അതുകൊണ്ട് അവരെ ഭരമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പ്രസവിച്ചോളൂ എന്നൊക്കെ പറയുകയും ചെയ്യുക. എന്നിട്ട് ഇതിനെ വിമർശിക്കുന്ന മറ്റു ചില മത നേതൃത്വം കൂടി വരിക. അപ്പോൾ അവരുടെ വിശ്വാസമൊക്കെ ഞങ്ങളുടെ വിശ്വാസം അന്ധവിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശ്വാസികൾ തമ്മിലുള്ള കടിപിടിയും ഇതെല്ലാമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്ന ഇതൊന്നുമല്ല. ഇതിനകത്ത് ഈ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കപടശാസ്ത്രവും ഇതിൽ അശാസ്ത്രീയതയും. ഇത് ഏറ്റവും കൂടുതൽ നിലനിൽക്കുന്ന മുസ്ലിം സമുദായം, അത് മലപ്പുറത്തും കൂടി വരുമ്പോൾ ഇത് കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. മലപ്പുറത്ത് ഇത് വ്യാപകമാണ്. ഇത് ഇന്നൊന്നല്ല തുടങ്ങിയതല്ല, ഇത് അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഈ വോട്ട് പേടിച്ചിട്ട് നിങ്ങൾ ഈ വോട്ട് പേടിച്ചിട്ട് നിങ്ങൾ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടുമോ എന്നുള്ള ആ ഒരു ആശങ്കയുടെ പുറത്ത് നിങ്ങൾ ഈ ജീവനെ വില കുറച്ച് കാണുന്ന അവസ്ഥയിലേക്ക് ഇവിടുത്തെ അധികാരി വർഗം നീങ്ങി കഴിയുമ്പോൾ ആളുകൾ ഇനി മരിച്ചു വീഴും. അവാർഡ് വാങ്ങിക്കാൻ ആളില്ലാതെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്തായാലും വളരെ നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കാം. താങ്ക് യു. ഇല്ല, കുഴപ്പമില്ല. അഡ്രസ് ചെയ്യേണ്ടിയിരുന്ന ഒരു വിഷയം തന്നെയായിരുന്നു. എങ്കിലും നമുക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് കൂടിയാണ് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മാക്സിമം സുഖപ്രസവം നടത്തുക എന്ന നിർദ്ദേശം നടത്തുന്നതോടൊപ്പം അല്ലെങ്കിൽ പറയുന്നതോടൊപ്പം കുഞ്ഞിന് അമ്മയുടെ ആദ്യത്തെ മഞ്ഞപ്പാല് കൊടുക്കണമെന്ന് നിർബന്ധമായും പറയുന്നിടത്ത് തന്നെ അസ്മയുടെ കുഞ്ഞിനും ഇതിനൊക്കെയുള്ള അവകാശം ഉണ്ടായിരുന്നു എന്ന കാര്യം വിസ്മരിക്കാതിരിക്കുക. താങ്ക് യു. ഭർത്താക്കന്മാരെയും കൂടെ നിർത്തിക്കൊണ്ടുള്ള സുഖപ്രസവം അതാവണം നമ്മൾ ഇനി ഇവിടെ ശീലിപ്പിക്കേണ്ടത്. അപ്പോൾ തന്നെ വലിയ മാറ്റം വരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.